ഈശ്വരൻ അവതരിക്കുമ്പോഴെല്ലാം അവിടത്തേക്ക് മഹത്തായ ഒരു ഉദ്ദേശമുണ്ടായിരിക്കും. പഞ്ചവടിയിൽ വെച്ച് സീതയ്ക്കും രാമനും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കാനുള്ള സമയം വന്നെത്തിയതായി മനസ്സിലായി. രാമൻ സീതയോട് പറഞ്ഞു, നാം എന്തിനാണ് ഭൂമിയിൽ വന്നിട്ടുള്ളതെന്നും നമ്മുടെ ദൗത്യം എന്താണെന്നും നമുക്ക് രണ്ടുപേർക്കും അറിയാം. നാം ആ ദൗത്യത്തിലേക്ക് കടക്കേണ്ട സമയമായി. രാവണന്റെയും രാക്ഷസകുലത്തിന്റെയും നാശം എന്ന നമ്മുടെ അവതാര ലക്ഷ്യത്തെ നാം പൂർത്തീകരിക്കണം. അതിനാൽ നിന്റെ എല്ലാ ദിവ്യാംശങ്ങളും അഗ്നിയിൽ നിക്ഷേപിക്കുകയും ഇനി മുതൽ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയെ പോലെ പെരുമാറുകയും ചെയ്യുക. നമ്മുടെ ഏറ്റവും ചെറിയ പ്രവൃത്തി പോലും ലോകത്തിലെ ജനങ്ങൾക്ക് മാതൃകയായിരിക്കണമെന്ന് ഓർക്കുക. രാവണൻ ദുഷിച്ച ഭാവത്തോടെ ദേവിയെ തട്ടിക്കൊണ്ടുപോകുന്നതായ ആ ഒരു സാഹചര്യം നാം തയ്യാറാക്കണം. രാവണന്റെ സമർപ്പണവും ഭക്തിയും ഏറ്റവും ഉയർന്ന ക്രമത്തിലായിരുന്നില്ലെന്ന് ലോകം മനസ്സിലാക്കേണ്ടതുണ്ട്. വിരഹവേദന, ഉത്കണ്ഠ എല്ലാം ദൈവിക നാടകത്തിന്റെ ഭാഗമായിരുന്നു. മനുഷ്യരാശിക്ക് പ്രധാനപ്പെട്ട കുറെ പാഠങ്ങൾ നൽകാൻ മാത്രമാണ് അവർ ആഗ്രഹിച്ചത്. ജയ് സായ്റാം.